ബ്ലോക്ക് 1-ലെ ലെസൺ യൂണിറ്റ് നമ്പർ 3 ഡയമെൻഷൻസ് ഓഫ് ഓണ്ടർപ്രണർഷിപ്പ് ആണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പോ നമുക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് നമുക്ക് വേരിയസ് ഡിസ്കസ് വേരിയസ് ഏരിയാസ് വേർ ഓണ്ടർപ്രണർഷിപ്പ് ഈസ് ഫ്ലറിഷിംഗ്, ഡിസ്കസ് അബൌട്ട് റൂറൽ ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് in an economy, explain the need for women entrepreneurship and social entrepreneurship, entrepreneurship, explain eco-friendly ventures create by epopreneurs ഒക്കെ നമ്മൾ ഇതിൽ നോക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് റൂറൽ ഓണ്ടർപ്രണർഷിപ്പ് ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ റൂറൽ ആയിട്ട് ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന ഡിഫിക്കൽട്ടീസും അതിന്റെ ഗുണങ്ങളും ഒക്കെയാണ് നമ്മൾ ഇതിലെ നോക്കുന്നത്. Rural entrepreneurship is looked as means to increase income and employment as well as providing stability and growth in rural communities. Rural communities നമ്മള് rural entrepreneurship is looked as means to increase income and employment. Rural income introduces new products, serves, creates new market or utilize a new technology in a rural environment. Here the entrepreneur tries to look the problems and opportunities of solving problems. ഒരു ഞാനാണെങ്കിൽ ഒരു വ്യവസായം ആരംഭിച്ചു, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്യും, ഇനിയിപ്പോ ആ ഏരിയയിൽ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവിടെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പോ ഒരു ഓണ്ടർപ്രണർഷിപ്പ് വില്ലേജ് ലെവലില് എത്തുക വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ പൊട്ടൻഷ്യൽ ഫാക്ടർ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാനുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാം ഇന്ത്യ പറയുന്ന നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ ഭൂരിഭാഗം ഒരു 70% ആളുകളും കൃഷിക്കാരും കൃഷിയോടനുബന്ധിച്ച് ജോലി ചെയ്യുന്ന ആളുകളാണ്. എംപ്ലോയ്മെന്റ് വിത്ത് ലേബർ അബൗണ്ടൻസ് ആൻഡ് ക്യാപിറ്റൽ ഷോർട്ടേജ്. നമുക്കറിയാം ഇവിടെ തൊഴിലവസരങ്ങളില്ല, തൊഴിലില്ലാത്ത ആളുകൾ ഒത്തിരി ഉണ്ടെന്നും പിന്നെന്താ വെച്ചാൽ ക്യാപിറ്റൽ ഷോർട്ടേജ് നന്നായിട്ടുള്ള സ്ഥലമാണെന്നും നമുക്കറിയാം. പിന്നെ നിങ്ങൾ കാണുന്നത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂറൽ മൈഗ്രേഷൻ ടു ദ അർബൻ ഏരിയസ്. ഇപ്പൊ റൂറൽ ഏരിയയിലുള്ള കൃഷിക്കാരായിട്ടുള്ള ആളുകൾ കൃഷി നശിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അർബൻ ഏരിയാസില് ഇപ്പൊ ഫാക്ടറിയിലോ വല്ല മറ്റുള്ള ജോലികൾ അന്വേഷിച്ച ജോലിക്ക് വേണ്ടിയിട്ട് അതിഥി തൊഴിലാളികള്, മുന്നൊക്കെ നമ്മൾ തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള ആളുകളെ കാണാറ്. അവര് ജോലിക്ക് അന്വേഷിച്ചിട്ട് നമ്മുടെ കേരളത്തിലും ഒക്കെ വരുന്ന പോലെ നമ്മുടെ റൂറൽ ഏരിയയിലുള്ള ആളുകളെ മൈഗ്രേറ്റ് ചെയ്തിട്ട് അർബൻ ഏരിയാസിൽ പോകും. എന്തിനാണ്? അവരുടെ ലൈവ്ലിഹുഡിന് അൺഎംപ്ലോയ്മെന്റ് കാരണം, പിന്നെ അവർക്ക് കുറെ അവസരങ്ങൾ കിട്ടുന്ന കാരണം അവരെന്താണ് ചെയ്യുക കഴിഞ്ഞാൽ അവര് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തൊഴിലവസരങ്ങൾക്ക് തേടിയിട്ട് പോവുകയാണ് ചെയ്യുക.
ഇപ്പൊ റൂറൽ ലൈബ്രറി ഈ റൂറൽ മൈഗ്രേഷന് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ്ലിഹുഡ് കിട്ടാൻ, നമുക്ക് ജീവിത സാഹചര്യങ്ങൾ, നമുക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, പിന്നെ മറ്റുള്ള നമ്മുടെ പിയർ പ്രഷർ എന്ന് പറയും, നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ജോലി നമുക്കൊന്നും ആയിട്ടില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ഒരു പിയർ പ്രഷർ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മളെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് കാരണങ്ങൾ. പിന്നെ these entrepreneurs utilize local natural and physical resources to produce products like proceed food, handicrafts, intermediate artifacts, etc., and services like tourist services, input labor services for bigger companies based in remote areas, and so on. The entrepreneurs are rooted in rural setup and majority of direct stakeholders, particularly വർക്കുകൾ ഉണ്ടായിരിക്കാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ റിസോഴ്സസുകൾ ഉപയോഗിക്കാം. പിന്നെ നമ്മുടെ ഈ ഭക്ഷ്യ വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ എന്തെങ്കിലും വെച്ചിട്ടുള്ള അച്ചാറോ പപ്പടോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുന്ന നിർമ്മിതികള്. പിന്നെ നമ്മൾ വേണമെങ്കിൽ പ്രൊസീഡ് ചെയ്യാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലേബർ സർവീസ്, ബിഗർ കമ്പനീസ്, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഏരിയയിൽ നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ത്രൂ ദി സെൽഫ് എംപ്ലോയ്മെന്റ് റൂട്ട് റോ മെറ്റീരിയൽസ് ആൻഡ് ലേബർ റിസോഴ്സ് ക്യാൻ ബി എഫിഷ്യന്റ്ലി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദ എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഹെൽപ്സ് ടു ഇംപ്രൂവ് സോഷ്യോ എക്കണോമിക് കണ്ടീഷനാണ്. സോഷ്യോ എക്കണോമിക് കണ്ടീഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. പീപ്പിൾ ലിവിംഗ് ഇൻ റൂറൽ ആൻഡ് റിമോട്ട് ഏരിയാസ്, ലാക്ക് ഓഫ് റൂറൽ ഓണ്ടർപ്രണർഷിപ്പ് മേ റിസൾട്ട് ഇൻ വേസ്റ്റേജ് ഓഫ് റിസോഴ്സ് അവൈലബിൾ ഇൻ ദീസ് റിമോട്ട് ഏരിയാസ്. നമ്മുടെ റിമോട്ട് ഏരിയാസിലത്തുള്ള റിസോഴ്സുകൾ യൂസ് ആക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും, വേസ്റ്റേജുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് അടുത്തതായിട്ട് വരുന്നതാണ് റൂറൽ ഏരിയാസിൽ നമുക്ക് ബെനിഫിറ്റ്സ് പറയുന്നതിന്റെ ഒപ്പം തന്നെ സെവറൽ ചലഞ്ചസ് ഉണ്ട്. സോഴ്സസ് നമുക്ക് നോക്കണം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് ഇഷ്യൂസ് വരാം ഇൻവെസ്റ്റേഴ്സിന്. കാരണം ഒരു ടൗൺ ഏരിയയിൽ ഫണ്ട് ഇറക്കുന്നേക്കാളും റിസ്ക് ഉണ്ടായിരിക്കാം, ടെൻഷൻസ് ഉണ്ടായിരിക്കാം ഇൻവെസ്റ്റേഴ്സിന് റൂറൽ ഏരിയയിൽ. സിമിലർലി ഗെറ്റിംഗ് അൺസ്കിൽഡ് റിസോഴ്സ് മേ ബി ഈസിയർ ഇൻ റൂറൽ ഏരിയാസ്, ബട്ട് സസ്റ്റൈനിങ് ഈവൻ ഫ്യൂ ഹൈ സ്കിൽഡ് റിസോഴ്സസ് ക്യാൻ ബി ക്വൈറ്റ് ചലഞ്ചിങ്. ഇതൊക്കെ നമ്മൾ അവിടെ ഫേസ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് കൺസേൺസ് ആൻഡ് ചലഞ്ചസ് ഫോർ റൂറൽ ഓണ്ടർപ്രണർഷിപ്പ്. നമ്മൾ എന്തൊക്കെയാണ് കൺസേൺസും എന്താണ് നമ്മൾ ചലഞ്ചസ് ഫോർ റൂറൽ ഓണ്ടർപ്രണർഷിപ്പ് എന്നാണ് നമുക്ക് നോക്കാം. നമ്മൾ റൂറൽ ഏരിയയിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ആ മൈഗ്രേഷനെ കുറയാനായിട്ട്, ഇപ്പൊ റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലേക്ക് ആളുകൾ പോകുന്നത് തടയാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ നമുക്ക് റൂറൽ ഏരിയയിൽ ഒരു കോസ്റ്റ് ഓഫ് ലിവിങ് ആയിരിക്കില്ല അർബൻ ഏരിയയിൽ ഉണ്ടാവുക. അപ്പൊ ലൈഫ് സ്റ്റൈലും നമ്മളുടെ ഒക്കെ വ്യത്യാസപ്പെടേണ്ടി വരും. അർബൻ ടൗണിലൊക്കെ വന്ന് താമസിക്കുന്നതും ഗ്രാമത്തിൽ താമസിക്കുന്നതും നമുക്ക് വ്യത്യാസമാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഗവൺമെന്റിന്റെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് റൂറൽ ഓണ്ടർപ്രണർഷിപ്പ് ഇന്ത്യയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ വളരെയധികം
വെറൈറ്റി ആയിട്ടുള്ള സ്കീംസുകൾ ഉണ്ട്, ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഏരിയയിൽ ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വേരിയസ് സ്കീംസ് ഉണ്ട്. ആ സ്കീംസുകളാണ് അംബേദ്കർ ഹസ്തശില്പ് വികാസ് യോജന, ലോഞ്ച് ഇൻ ഏർലി 2000. അപ്പോൾ ഹാൻഡിക്രാഫ്റ്റ്സ് ക്ലസ്റ്റേഴ്സിനൊക്കെ അക്രോസ് ഇന്ത്യയിൽ വുമൺ ആർട്ടിസൻസിനെയൊക്കെ സെൽഫ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അംബേദ്കർ ഹസ്തശില്പ് വികാസ് യോജന ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് സ്കീം ഓഫ് പ്രൊമോഷൻ ഓഫ് ഇന്നോവേഷൻ റൂറൽ ഇൻഡസ്ട്രീസ് ഓണ്ടർപ്രണർഷിപ്പ്. അതായത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും ഇപ്പൊ ഈ കരകൗശല വസ്തു നിർമ്മിതി അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനും അവരുടെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്കീമുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇമ്പോർട്ടൻസ് ഓഫ് റൂറൽ ഓണ്ടർപ്രണേഴ്സ്, എന്താണ് നമ്മളുടെ ഇവരുടെ ഇമ്പോർട്ടൻസ് നോക്കാം നമുക്ക് റൂറൽ ഓണ്ടർപ്രണേഴ്സിന്റെ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ജനറേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. ഇപ്പൊ നമ്മൾ റൂറൽ ഏരിയയിലാണ്, ഒരു ഗ്രാമ മേഖലയിലാണെന്ന് വെച്ചാൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ താമസിക്കുകയാണ്, എന്റെ ഗ്രാമത്തിലെ ഒരു വ്യവസായ സംരംഭം ആരംഭിക്കുകയാണെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ജോലി കിട്ടാം. എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലും അപ്പുറത്തുള്ള വീടുകളിലുള്ള ആളുകൾക്കെല്ലാം ജോലി ലഭിക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമുക്കൊരു തൊഴിൽ റൂറൽ ഏരിയയില് ആളുകൾക്ക് ജോലിക്കാരെയും കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ശമ്പളത്തിലൂടെ നമുക്ക് പൈസ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും മാറാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേറ്റ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, നമുക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. പിന്നെ ഏണിംഗ് ഫോറിൻ എക്സ്ചേഞ്ച്, ഒരു റൂറൽ ഓണ്ടർപ്രണർ ഹെൽപ്സ് പ്രൊട്ടക്ടിങ് ആൻഡ് പ്രൊമോട്ടിംഗ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് ആൻഡ് പ്രിസർവ്സ് ദ റിച്ച് ഹെറിറ്റേജ് റൂറൽ ഇന്ത്യ. They also helps to foreign exchange as Indian handicrafts and famous all over the world. അപ്പൊ നമ്മള് ഒരു ഹാൻഡിക്രാഫ്റ്റിന്റെ ഒക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് നമ്മളുടെ വസ്തുക്കൾ പ്രൊഡക്ട്സുകൾ വിൽക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നമ്മൾ കുറച്ചും കൂടി ഇന്ത്യയിലെ ചെയ്യുന്ന ആളുകൾ ഒന്നുകൂടി ഫേമസ് ആവും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് നടക്കാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വേണ്ടതാണ് റൂറൽ യൂത്ത്. അപ്പോ റൂറൽ ഓണ്ടർപ്രണർഷിപ്പ് ഹെൽപ്സ് പ്രൊവോക്ക് റൂറൽ യൂത്ത് ടു സ്റ്റാൻഡ് അവേ ഫ്രം ക്രൗഡ് ആൻഡ് നോട്ട് ബിക്കം ഇൻ അഡീഷൻ ടു ടോട്ടൽ 9 മാർക്കിന്റെ വേരിയാണ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വരിക. ഒരു MCQ അതേപോലെ തന്നെ ഒരു 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. മ്യൂച്വൽ ഫണ്ട്, എന്താ മ്യൂച്വൽ ഫണ്ട്? ഓക്കെ, ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ 2 മാർഗമാണ് ഉള്ളത്. പറഞ്ഞത് സ്റ്റോക്ക് റിട്ടേൺസ് കറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് നിങ്ങൾ ഒരു ബ്രോക്കർ ത്രൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഷെയർ ഈ ബ്രോക്കർ ത്രൂ നിങ്ങൾക്ക് ഷെയർ ബൈ ചെയ്യുമ്പോൾ ഒരു ബ്രോക്കറേജ് പിടിക്കും. നിങ്ങൾക്ക് ഷെയർ ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങൾ അതിന്റെ ഓണർ ആയിരിക്കും. ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇതിനെ പറയാം. ഓക്കെ, ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ഇതിനെ പറയാം. ഡയറക്റ്റ് ഡയറക്റ്റ് ഇൻവെസ്റ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ആ കമ്പനിയുടെ എന്തായിരിക്കും ഷെയർ ഹോൾഡിലെ നിങ്ങൾക്ക് ഡയറക്റ്റ് റിട്ടേൺസ് എന്ത് ചെയ്യും ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പോ സ്റ്റോക്സോ ജെറോദ അങ്ങനെ ഒരു ബ്രോക്കേഴ്സ് നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഡയറക്ട്ലി ഷെയർസ് എന്ത് ചെയ്യാൻ പറ്റും, ബൈ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ലേ. അപ്പൊ അതിനെന്ത് വേണം, നമുക്ക്
സെലക്ട് ചെയ്യണം എന്നുള്ളത് അനലൈസ് ചെയ്യണം. അതിൽ നിന്ന് റിട്ടേൺസ് അനലൈസ് ചെയ്യണം. എത്രയാണ് അതിന്റെ നോക്കണം. പിന്നെ പല സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾ വാലിഡേറ്റ് ചെയ്യേണ്ട എത്ര സമയം എടുക്കും, അതിന്റെ പാസ്റ്റ് നോക്കണം. ഇപ്പൊ അതിന്റെ പബ്ലിക്ലി അവൈലബിൾ ആയിട്ട് ഇൻഫർമേഷൻ നോക്കണം അല്ലേ. ഇപ്പൊ എന്താ പറയാ, സ്ട്രാറ്റജീസും അനലിറ്റിക്കൽ സ്കിൽ ഒരാളെ വിചാരിച്ച റിട്ടേൺസ് നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിലോട്ട്. ഇത് പലപ്പോഴും എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ഇപ്പൊ ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർക്കും പൈസ ഉണ്ടാകും ഇൻവെസ്റ്റ് ചെയ്യാൻ, പക്ഷെ അയാൾക്ക് ചിലപ്പോൾ ബാലൻസ് ഷീറ്റ് അനലൈസ് ചെയ്യാൻ അറിയുണ്ടാവില്ല. ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ ഒരു ബന്ധമില്ലാത്ത ഏതെങ്കിലും ഒരു ആള്, ഇപ്പൊ നിങ്ങളുടെ ഫാദർ, ചിലപ്പോൾ അയാൾക്ക് ഈക്വൽ ആവില്ല. അപ്പൊ അയാൾക്ക് ഒരു 10 ലക്ഷം രൂപ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്ത് ചെയ്യും? അയാൾ ആദ്യം എങ്ങനെ അനലൈസ് ചെയ്യണം എന്നൊക്കെ പഠിച്ച്, ബാലൻസ് ഷീറ്റ് രീതി പഠിച്ച്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ പഠിച്ച്, ഫാസ്റ്റ് ഡാറ്റാസ് ചാർട്ടും അതേപോലെ തന്നെ പിന്നെ കാൻഡിൽസ് ഒക്കെ നോക്കാൻ പഠിച്ച് ഒക്കെ പാട് അനലൈസ് ചെയ്തിട്ട് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അയാൾ മരിച്ചോ അല്ലേ. അപ്പോൾ അവിടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അവിടെ നോളജ് ഭയങ്കര പ്രധാനമാണ്, സ്കില്ല് ഭയങ്കരമായിട്ട് പ്രധാനമാണ്, സ്ട്രാറ്റജീസ് വേണം. അപ്പോൾ എന്താ നമ്മുടെ അടുത്ത് പൈസ ഉണ്ട്, നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനുള്ള നെക്സ്റ്റ് ഒരു മെത്തേഡ് ആണ് എന്ത്, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഈ മ്യൂച്വൽ ഫണ്ടില് ഇവിടെയും ഒരു ഇൻവെസ്റ്റർ ഉണ്ട്. ഓക്കെ, ഈ ഇൻവെസ്റ്റർ നമ്മൾ ഒരു 10 ലക്ഷം റുപ്യ ഉണ്ട്. ഈ 10 ലക്ഷം റുപ്യ ഇയാൾ ഡയറക്ട്ലി ഇൻവെസ്റ്റ് ചെയ്യാതെ ഇയാൾ എന്ത് ചെയ്യാണ്, ഒരു പോർട്ട്ഫോളിയോ മാനേജർ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുകയാണ്. എന്താ പോർട്ട്ഫോളിയോ മാനേജർ എന്ന് പറഞ്ഞാല്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ഒരു എക്സ്പേർട്ടിന്റെ കയ്യിൽ ഈ പൈസ കൊണ്ടു കൊടുക്കുന്നു. എന്നിട്ട് ഈ എക്സ്പേർട്ടിനോട് പറയും, എന്ത് നിങ്ങൾ ഇത് എന്ത് ചെയ്യണം, പല സ്റ്റോക്കുകളിൽ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെ ഈ പോർട്ട്ഫോളിയോ മാനേജർ എന്ത് ചെയ്യുന്നു, പല സെക്യൂരിറ്റീസിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിൽ നിന്ന് റിട്ടേൺസ് ജനറേറ്റ് ആകുന്നു. ആ റിട്ടേൺസ് ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ആർക്ക് നോളജിന്റെ ആവശ്യമില്ല, ഇൻവെസ്റ്റർക്ക് നോളജിന്റെ ആവശ്യമില്ല. ഇൻവെസ്റ്റർ ഈ പൈസ കൊടുത്താൽ മതി, വേറെ ഒന്നിനെ കുറിച്ച് എത്ര ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഒന്നിനെ കുറിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്തോളും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു സിമ്പിൾ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മ്യൂച്വൽ ഫണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് മ്യൂച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരുപാട് ആൾക്കാരുടെ മ്യൂച്വൽ ആയിട്ടുള്ള ഫണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇപ്പൊ ഇതിൽ എത്ര 50 പേരുണ്ടെന്നുണ്ട് വെച്ചെങ്കിൽ ഈ 50 പേരും എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റേഴ്സ്. ഇവരെല്ലാം എന്ത് ചെയ്യുന്നു, ഈ ഒരു പോർട്ട്ഫോളിയോ മാനേജറിന്റെ പൈസ കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇയാളുടെ എന്ത് ചെയ്യുന്നു, ഒരു ഹ്യൂജ് എമൗണ്ട് ആയി മാറുന്നു. അതായത് ആ ഫണ്ടുകളൊക്കെ പുൾ ചെയ്യുന്നു. ഹ്യൂജ് എമൗണ്ട് ആവില്ലേ, ആ ഹ്യൂജ് എമൗണ്ട്
സെക്യൂരിറ്റീസിലും കൊണ്ടുപോയി ഡൈവേഴ്സിഫൈ ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്കിപ്പോ ചെറിയൊരു എമൗണ്ട് ആണ് വെച്ചെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടല്ല സാധ്യമാവോ? 1 ലക്ഷം റുപ്യ നോക്കിക്കോ, എത്ര ഷെയറിൽ കൊണ്ട് ഇടാൻ പറ്റും? മനസ്സിലായില്ലേ? ചിലപ്പോൾ ഇവരുടെ അടുത്ത് ഒരു പോർട്ട്ഫോളിയോ മാനേജറിന്റെ അടുത്ത് ഒരു 5,000, 10,000, 15,000 കോടി രൂപയായിരിക്കും അവരുടെ കളക്ട് ചെയ്തിട്ടുള്ള ഫണ്ട്. 10,000 കോടി ചെയ്യാൻ പറ്റും. ആയിരക്കണക്കിന് ഷെയറുകളില് പല പല സെക്ടറുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? ഡൈവേഴ്സിഫിക്കേഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് സാധ്യമാകുന്ന ഒരു എന്താ പറയാ പ്രൊസീജിയറാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു കഥ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്താണ് പേടിയാണെന്നുണ്ട് വെച്ചാൽ പോർട്ട്ഫോളിയോ മാനേജർ അടുത്ത് കൊണ്ടുപോയി അയാള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോളൂ. അയാൾക്ക് എന്താ കൊടുക്കണോ? അയാൾ വെറുതെ പണിട്ട് തരുമോ? ഇല്ല. പോർട്ട്ഫോളിയോ മാനേജർക്ക് എന്ത് കൊടുക്കണം? ചാർജ് ഉണ്ടാവും. ആ ചാർജ് നമുക്ക് പഠിക്കാം. മനസ്സിലായില്ലേ? ഇതാണ് എന്ത് നമ്മളുടെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മ്യൂച്വൽ ഫണ്ട് എന്താന്നുള്ളത് നോക്കാം. ഇവിടെ ജസ്റ്റ് ഒരു പിക്ചർ തന്നെ. ഇവിടെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരുടെ അടുത്തൊക്കെ എന്തുണ്ട്? പൈസ ഉണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ പൈസക്ക് എന്ത് ചെയ്യും? മണി ടുഗദർ ഫണ്ട് മാനേജർ. ഇയാളാണ് ഫുൾ മാനേജർ. ഒരു ഫണ്ട് മാനേജ് ചെയ്യാൻ അറിയുന്ന ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്കാണ് ഇതിനെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. മനസ്സിലായില്ലേ? സ്റ്റോക്ക് അനലൈസ് ചെയ്യാനും സ്റ്റോക്ക് മാർക്കറ്റ് ചെയ്യാനും എത്ര ഇൻവെസ്റ്റ് ചെയ്യണം ഓരോ സ്റ്റോക്കിനെ കുറിച്ചിട്ടും വെരി വെരി ആൾക്കാരായിരിക്കും. ആ ഫണ്ട് മാനേജറൊക്കെ ഇത്രയും ആൾക്കാരുടെ ഫണ്ട് പൂൾ ചെയ്തിട്ട് ഒരുമിപ്പിച്ച് ഇയാളുടെ അടുത്ത് എത്തുന്നു. അങ്ങനെ ഇയാളുടെ അടുത്ത് ഒരു 10,000 കോടി രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു? ഇയാളുടെ അടുത്ത് എത്തുന്നു. അങ്ങനെ ഈ പൈസ നേരെ ഇയാൾ എന്ത് ചെയ്യും? സെലക്ട് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൽ ഇയാൾ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ സെക്യൂരിറ്റീസിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നു. ആ റിട്ടേൺസ് ആർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു? എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ആ ഒരു പ്രൊസീജിയറിനാണ് പറയുന്നത് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വെച്ചാൽ ആരുണ്ടാവില്ല? ഇയാളുണ്ടാവില്ല. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് വെച്ചെങ്കിൽ ഇയാളുണ്ടാവില്ല. നിങ്ങൾ നേരത്തെ ഈ പൈസ മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരാളുണ്ടാകും. മറ്റേ ഇൻവെസ്റ്റ് ചെയ്യണം. സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫണ്ട് മാനേജർ ത്രൂ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഫണ്ട് മാനേജർ ത്രൂ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയാം. മനസ്സിലായോ? ഓക്കെ. അപ്പൊ ഈ ഒരു പിക്ചർ ജസ്റ്റ് ഒന്ന് എഴുതിട്ടോ. മ്യൂച്വൽ ഫണ്ട് എന്താന്നുള്ളത് പിക്ചർ ഒന്നും വരക്കണമെന്നില്ല. ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? പുട്ട് their money together to ഫണ്ട് മാനേജർ. ഫണ്ട് മാനേജർ എന്ത് ചെയ്യുന്നു? സെക്യൂരിറ്റീസ് സെലക്ട് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു സെക്യൂരിറ്റീസിൽ. എന്നിട്ട് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നു? നേരെ ഇൻവെസ്റ്റേഴ്സിന് പാസ് ചെയ്യുന്നു.
ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയാം നിങ്ങൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പക്ഷെ നിങ്ങൾ ഫണ്ട് മാനേജ്മെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് വെച്ചെങ്കിൽ നിങ്ങൾ എന്താകാൻ പറ്റൂല, ഷെയർ ഹോൾഡർ പറ്റൂല, ഷെയർ ഹോൾഡർ ആയിരിക്കും, ആ ഫണ്ട് മാനേജർ ആയിരിക്കും. മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങൾ ഫണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ, ഏത് സെക്യൂരിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇയാളോട് പറയാൻ പറ്റുമോ ഇനി സെക്യൂരിറ്റീസിലൊക്കെ കൊണ്ടുപോയിട്ട് പൈസ ഇട്ടാൽ മതിട്ടോ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പൈസ കൊടുക്കാനേ പറ്റുള്ളൂ. അയാൾ തീരുമാനിക്കുന്നത് എവിടെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ നമുക്ക് സ്കീമുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇക്വിറ്റി ഓറിയന്റഡ് ഫണ്ടുകൾ ഉണ്ടാകും, അതേപോലെ തന്നെ ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ടുകൾ ഉണ്ടാകും, അതേപോലെ ലാർജ് ക്യാപ് ഫണ്ടുകൾ ഉണ്ടാകും, മിഡ് ക്യാപ് ഫണ്ടുകൾ ഉണ്ടാകും, സ്മാൾ ക്യാപ് ഫണ്ടുകളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ഓരോ സ്കീമാണ്. ഇക്വിറ്റി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ, വെറും അവർ ഇക്വിറ്റി ഷെയർസിൽ മാത്രമേ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം 100 കമ്പനീസിലെ ഇക്വിറ്റി ഷെയർ മാത്രമേ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. പൈസ ഇതിനെ ലാർജ് ക്യാപ് ഫണ്ട് എന്ന് പറയാം. മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മീഡിയം ക്യാപിറ്റൽ സൈസ് ഉള്ള കമ്പനീസുകൾ, അതായത് ഒരു 100-250 റാങ്ക് വരെ നമ്മുടെ രാജ്യത്തുള്ള കമ്പനീസിലൊക്കെ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺസ് ജനറേറ്റ് ചെയ്യുന്നതിനാണ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. സ്മാൾ ക്യാപ് ഫണ്ട് പറഞ്ഞാൽ ഇപ്പോഴുള്ള സ്റ്റാർട്ടപ്പ് കമ്പനീസും ഗ്രോയിങ് കമ്പനീസിന്റെ ഒക്കെ ഇപ്പോ റീസെന്റ് രാജ്യത്തുള്ള കമ്പനികളൊക്കെ സ്മാൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട് ഉണ്ട്. എന്താ ഡെപ്റ്റ് ഓറിയന്റഡ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് സെക്യൂരിറ്റീസിലേക്കാരും അവർ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക, ഡിബെഞ്ചറിലും ബോണ്ടുകളിലൊക്കെ കൊണ്ടുപോയിട്ടാണ് അവർ എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യുക. ഗോൾഡ് ETF ഉണ്ട്. ഗോൾഡ് ETF എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു പൈസ നേരെ അവരെന്തായിരിക്കും ഗോൾഡിലാക്കാരും ഇൻവെസ്റ്റ് ചെയ്യുക. മനസ്സിലായില്ലേ? ആർബിട്രേജ് ഫണ്ട് ഉണ്ട്. ആർബിട്രേജ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പൈസ കൊണ്ട് അവര് ആർബിട്രേജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടാകാരം റിട്ടേൺസ് തരാം. അപ്പൊ അങ്ങനെ ഒരുപാട് ഫണ്ട് ഉണ്ട്. വെച്ചാല് അവർക്ക് എന്ത് ചെയ്യാം, ലാർജ് ക്യാപ്പിലോ മിഡ് ക്യാപ്പിലോ സ്മാൾ ക്യാപ്പിലോ ഏതിലും ആണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ഹൈബ്രിഡ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആയിരക്കണക്കിന് എന്തുണ്ട്, സ്കീമുകളുണ്ട്. അപ്പൊ ആ സ്കീമുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ നിങ്ങൾക്ക് എന്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയൂല ഇൻവെസ്റ്റർക്ക്. അതാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു ഓരോ കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതാം. ഫസ്റ്റ് എന്ത് ചെയ്യാം, പ്രൊഫഷണൽ മാനേജ്മെന്റ് എന്ന് എഴുതാം. പ്രൊഫഷണൽ മാനേജ്മെന്റ് അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? ഫണ്ട് മാനേജർ ആണ് അല്ലേ? ആ ഫണ്ട് മാനേജർ എന്ന് പറയുന്നത് ഒരു കമ്പനി ആയിരിക്കും കേട്ടോ, അല്ലാതെ ഒരു വ്യക്തികളായിരിക്കില്ല, കമ്പനി ആയിരിക്കും. അതിനാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നത്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ ICICI പ്രൊഡൻഷ്യൽ ഫണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ SBI മ്യൂച്വൽ ഫണ്ട് കേട്ടിട്ടില്ലേ? അപ്പൊ അതൊക്കെയാണ് വെച്ചാൽ അപ്പൊ ICICI പ്രൊഡൻഷ്യൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. ആ അസറ്റ് മാനേജ്മെന്റ് കമ്പനിന്റെ അണ്ടറിൽ കുറെ ഫണ്ട് മാനേജേഴ്സുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആർക്കാണ് ഈ പൈസ കൊടുക്കുന്നത്? ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയിലോട്ടാണ് ഈ പൈസ കൊടുക്കുന്നത്. അതിലുള്ള ഫണ്ട് മാനേജേഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, ഇത് പല സെക്യൂരിറ്റീസിലും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിക്കോ an asset management company, an asset management company, so the AMC, appoint a fund manager, appoint a fund manager, a fund manager appoint ചെയ്യും. This expert decide
വിച്ച് സ്റ്റോക്ക് or bond to buy based on fund objective. Fund objective. Stock or bond to buy based on funds objective. ഫണ്ടിന്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച് അവരാണ് സ്റ്റോക്ക് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ചോദ്യം, ഇപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഡയറക്റ്റ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പൈസ പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഷെയറിന്റെ വാല്യൂ പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലോ അവിടെയും പൈസ പോകും. കാരണം ആ പൈസ എവിടെ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഷെയർസിലല്ലേ. അതുകൊണ്ട് മാർക്കറ്റ് റിസ്ക് എവിടെയും ബാധകമാണ്, മ്യൂച്വൽ ഫണ്ടിലും ബാധകമാണ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും മാർക്കറ്റ് റിസ്ക് ഉണ്ട്. എന്തായിരുന്നു ഞാൻ പറഞ്ഞ മാർക്കറ്റ് റിസ്ക്? നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഷെയറിന്റെ പ്രൈസ് കുറയുന്നത് മൂലം നമ്മുടെ ക്യാപിറ്റൽ എന്താകാം, നഷ്ടപ്പെടാം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ അല്ലേ, ഇക്വിറ്റി ക്യാപിറ്റൽ അല്ലേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഷെയറിന്റെ വാല്യൂ കുറയുന്നതിനനുസരിച്ച് നമ്മളെ ക്യാപിറ്റൽ അപ്പൊ അതേപോലെ തന്നെയാണ്. ഹലോ ഹലോ എന്താ പറഞ്ഞേ? പോയി.